കഥയുടെ പേരാണ് അത്യാഗ്രഹം വരുത്തിയ വിന. ഒരിടത്തൊരിടത്ത് ദാമു എന്നു പേരുള്ള സ്വാർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം ചന്തയിൽ നിന്ന് മടങ്ങി വരവേ അയാളുടെ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി നഷ്ടമായി. കുറെ അന്വേഷിച്ചിട്ടും സഞ്ചി കിട്ടിയില്ല. നിരാശനായിരിക്കുന്ന ദാമുവിനെ കണ്ട അയാളുടെ സുഹൃത്ത് സോമു കാര്യം തിരക്കി. സ്വർണ്ണ നാണയം കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. സോമു സത്യസന്ധനും പരോപകാരിയുമായിരുന്നു. അങ്ങനെ സോമുവും നാണയത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു. നീണ്ട തിരച്ചിലിനൊടുവിൽ സോമുവിന് നാണയമടങ്ങിയ സഞ്ചി കിട്ടി. സോമു സഞ്ചിയുമായി ദാമുവിന്റെ അടുക്കലെത്തി. ദാമുവിന് സന്തോഷമായി. ദാമു സഞ്ചി തുറന്ന് നാണയങ്ങൾ എണ്ണി നോക്കി. 30 സ്വർണ്ണ നാണയങ്ങളും അതിലുണ്ടായിരുന്നു. അത്യാഗ്രഹിയായ ദാമു എന്തു ചെയ്തെന്നോ? അവൻ സോമുവിനോട് പറഞ്ഞു, അല്ലയോ കൂട്ടുകാരാ, ഇതിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 30 നാണയങ്ങളെ ബാക്കിയുള്ളൂ. ബാക്കി നാണയങ്ങൾ നീ എടുത്തോ? ഞാൻ അതിൽ നിന്നും ഒന്നും എടുത്തില്ല, സോമു വിഷമത്തോടെ പറഞ്ഞു. അവർ തമ്മിൽ തർക്കമായി. അവസാനം തർക്കം മൂത്ത് അവർ രാജാവിന്റെ അടുത്തെത്തി. നടന്നതെല്ലാം രാജാവിനെ അറിയിച്ചു. രാജാവ് കുറച്ചു നേരം ആലോചിച്ചിട്ട് ദാമുവിനോട് ചോദിച്ചു, നിങ്ങളുടെ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്, ദാമു മറുപടി പറഞ്ഞു. അത് കേട്ട രാജാവ് സോമുവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ സഞ്ചിയിൽ നിന്നും 10 നാണയങ്ങൾ എടുത്തോ? ഇല്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല, സോമു വിഷമത്തോടെ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം രാജാവ് ദാമുവിനോട് പറഞ്ഞു, നിങ്ങളുടെ സഞ്ചിയിൽ 40 നാണയമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ ഈ സഞ്ചിയിൽ 30 നാണയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ സഞ്ചി നിങ്ങളുടേതായിരിക്കില്ല. ഇത് ഞാൻ സോമുവിന് കൊടുക്കുന്നു. അങ്ങനെ അത്യാഗ്രഹിയായ ദാമുവിന് നഷ്ടപ്പെട്ട നാണയങ്ങൾ പോലും കിട്ടിയില്ല. പരോപകാരിയും നല്ലവനുമായ സോമുവിന് 30 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇതാണ് പറയുന്നത് അത്യാഗ്രഹം ആപത്താണെന്ന്.